ഹായ് ചാ. ജോസഫേ വാടാ. ആച്ചാ സുഖാണോ? എത്ര നാളായി കണ്ടിട്ട്. സുഖമൊക്കെ തന്നെ. എടാ, ഈ ശനിയാഴ്ചയാണ് ഇവിടെ ആണ്ട് കുമ്പസാരം. ഈ ശനിയാഴ്ചയാണോ? വന്ന് കുമ്പസാരിച്ചോളൂട്ടാ. അച്ഛ ഞാൻ കുറച്ചു നാൾ മുന്നേ കുമ്പസാരിച്ചിട്ടുള്ളോ. എത്ര നാൾ മുന്നേ? അത് ഏകദേശം ഒരു 4 മാസമൊക്കെ ആയി കാണണം. 4 മാസാണാ? കുറച്ച് നാളെന്ന് പറഞ്ഞേ. 4 മാസം മുന്നേ കുമ്പസാരിച്ചാൽ മതിയില്ല അച്ഛാ. നീ എന്നിട്ട് പറയണേ ജോസഫേ. നീ നിന്റെ വീട്ടില് നിന്റെ അമ്മ അടിച്ചു വരാറുണ്ട്, വീട് അടിച്ചു വരാറുണ്ട്. അമ്മച്ചി അടിച്ചു വരാറുണ്ട്. അടിച്ചു വരാൻ എല്ലാ ദിവസം അടിച്ചു വരില്ലേ? ഒരു ദിവസം അടിച്ചു വരങ്ങിപ്പോ എന്താവുക? ഒരു ദിവസം അടിച്ചു വരങ്ങി ആകെ പൊടി പിടിച്ച് കിടക്കണം. പൊടി പിടിച്ച് കിടക്കും. അതെ. ഒരാഴ്ച അടിച്ചു വരില്ലെങ്കിൽ ഇപ്പൊ എന്താവുക? മൊത്തം പൊടിയായി. കുറച്ചും കൂടി പൊടി വരും, അഴുക്ക് വരും, മാറാല വരും അല്ലെ? ഒരു മാസമായിട്ട് നിങ്ങൾ വീട്ടിലേക്ക് കയറുന്നില്ല, അടിച്ചു വരേണ്ടി വിചാരിച്ചു. അപ്പൊ എന്താവുക? പിന്നെ വീട്ടിൽ വരുമ്പോ കാട് പിടിച്ചോണം. കുറച്ചും കൂടി മാറാനും കറി വന്നു ചിലപ്പോ പാമ്പാ വല്ല തേള അങ്ങനെ വീട്ടിലേക്ക് കയറാൻ പോലും സാധിക്കാത്ത രീതിയിൽ നമുക്ക് ആകെ ഒരു അസ്വസ്ഥയാവും. സെയിം സംഭവം തന്നെയാണ് കുമ്പസാരത്തിൽ. നമ്മുടെ വീട് വൃത്തിയാക്കുന്ന പോലെ നമ്മുടെ ആത്മീയമായിട്ട് ജീവിതം വൃത്തിയാക്കണം. അതിനുള്ള അവസരമാണ് കുമ്പസാരം. നമ്മൾ കുമ്പസാരിക്കാതെ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച അങ്ങനെ ഒരു മാസത്തിന് കഴിഞ്ഞ് പോകുമ്പോണ്ടല്ലോ, നമുക്ക് ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ സാധിക്കാത്ത രീതിയിൽ ഇങ്ങനെ അഴുക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ പാപബോധം നഷ്ടപ്പെടും. പാപം ഏതാ, നന്മ ഏതാ, ഇത് കുമ്പസാരിക്കണം, അങ്ങനത്തെ ചിന്തയ്ക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ അച്ഛന്മാര് പറയണേ, മാസത്തിൽ ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് കുമ്പസാരിച്ചോന്ന് പറയണേ. കുമ്പസാരിക്കില്ല നീ?